കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയും ദിവസത്തിന്റെ അടുത്ത് വരുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവവചനത്തിന്റെ മുമ്പാകെ ആയിരിക്കാൻ ദൈവമായ കർത്താവിനെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിനെ ഗ്രഹിക്കുമാറാകട്ടെ. ദൈവകരങ്ങളിൽ ഒരിക്കൽ കൂടെ നമ്മെ തന്നെ സമർപ്പിക്കാം. കരുണയുള്ള കർത്താവെ, പിന്നെയും ഞങ്ങൾ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയും ഞങ്ങൾ അവിടുത്തെ പാദപിടുത്തങ്ങൾ എടുത്തു വന്നിരിക്കുന്നു. തിരുവചനങ്ങൾ ഇന്ന് രാത്രി ഞങ്ങൾ ചിന്തിക്കുന്നത്, പഠിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. തിരുവചനം ഉള്ളതുപോലെ പഠിക്കുവാനും ഇന്ന് രാത്രി ദൈവം ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഓർപ്പിക്കുകയുണ്ടായി, ദൈവത്തിന്റെ ദൂതന്മാരും പൈശാചിക ദൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ തിരിച്ചറിയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുമെന്ന് ഓർപ്പിക്കുകയുണ്ടായി. അതിന് ആധാരമായിട്ടുള്ള വാക്യം ഞാൻ വായിപ്പിക്കുകയുണ്ടായി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 13, 14 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ വായിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. 2 Corinthians chapter 11 verse 13 and 14. ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ, കപടവേലക്കാർ, ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ. അത് ആശ്ചര്യവുമല്ല. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധ ദൂതന്മാരെ കുറിച്ചാണ്. വെളിച്ചദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നത് വെളിച്ചത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ ദൂതന്മാരാണ്. എന്നാൽ സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു, അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നു, അപ്പോസ്തലന്മാരെ പോലെ സംസാരിക്കുന്നു, ദൈവമക്കളെ പോലെ ഇടപെടുന്നു, കാപട്യം കാണിക്കുന്നു, മറ്റുള്ളവരെ വഞ്ചിക്കുന്നു. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. ഏതൊക്കെ നിലയിലാണ് പിശാച് വെളിച്ചദൂതന്റെ വേഷം ധരിച്ച് പ്രവർത്തിക്കുന്നതെന്നുള്ളത് തിരുവെഴുത്തിലൂടെ നാം ചിന്തിക്കാൻ പോവുകയാണ്. വേദപുസ്തകത്തിൽ പിശാചിന്റെ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദൈവിക തൃത്വമുള്ളതുപോലെ തന്നെ പിശാചിനും തൃത്വമുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ചിന്തിച്ചിട്ടുണ്ട്. സാത്താൻ, കള്ളപ്രവാചകൻ, മൃഗം, ഇതാണ് സാത്താന്റെ തൃത്വം. അത് നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ലൂസിഫറിനെയും കൂട്ടരെയും ദൈവം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞപ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയെന്ന് അവരെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ആ വസ്തുത ഒന്നും കൂടെ മനസ്സിലാക്കുവാൻ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 9, 10, 11 വാക്യങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. Revelation chapter 12 verse 9, 10 and 11. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. മരണപര്യന്തം തങ്ങളുടെ പ്രാണനെ സ്നേഹിച്ചതുമില്ല. സാത്താനെ ജയിക്കണമെങ്കിൽ തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടുമാണ് അവർ പിശാചിനെ ജയിച്ചത് എന്നെഴുതിയിരിക്കുന്നു.
ഭൂമിയിൽ പിശാചിനെ ജയിക്കുവാൻ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിച്ചാണ് നാം വിടുതൽ പ്രാപിക്കുന്നത്. ദൈവത്തിന്റെ വചനത്താലാണ് നാം പിശാചിനെ ജയിക്കുന്നത്. സാത്താനെ തള്ളിയിട്ടപ്പോൾ അവന്റെ ദൂതന്മാരെയും തള്ളിയിട്ടു. അവന്റെ ദൂതന്മാർ ഇന്ന് സ്വർലോകങ്ങളിൽ അഥവാ ആകാശമണ്ഡലങ്ങളിലാണ് വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എഫെസ്യ ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എല്ലാ വാക്യങ്ങളും വായിച്ചു പോയാൽ സമയം പോകുമെന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന അത് സാത്താന്റെ ദൂതന്മാരാണ്. എന്നാൽ ഭൂമിയിൽ ഇന്നുള്ളത് ഭൂതാത്മാക്കളാണ്. ഭൂമിയിലുള്ള ഭൂതാത്മാക്കളെ കുറിച്ച് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരും ധാരാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാത്താന്റെ വിവിധ പേരുകൾ, ഭൂതാത്മാക്കളുടെ വിവിധ പേരുകൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഓർപ്പിക്കാം. ദുഷ്ടാത്മാവ്, ദുരാത്മാവ്, അശുദ്ധാത്മാവ്, രോഗാത്മാവ്, വ്യാജാത്മാവ്, ഇങ്ങനെ പല പല പേരുകളിൽ ബൈബിളിൽ പൈശാചിക ഭൂതങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ വ്യക്തമായി എടുത്തു പറഞ്ഞിരിക്കുന്ന 42 സംഭവങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ അനേകം രോഗികൾക്ക് സൗഖ്യം വരുത്തി അനേക ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് പ്രത്യേകം എടുത്തെഴുതിയിട്ടുണ്ട്. 35 സ്ഥലങ്ങളിൽ പ്രത്യേകം ഭൂതത്തെ യേശു ശാസിച്ചതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്നാൽ ധാരാളം ഭൂതങ്ങൾ യേശുവിന് കീഴടങ്ങിയതായിട്ടും യേശു ഭൂതങ്ങളെ ശാസിച്ചതായിട്ടും തിരുവെഴുത്തിൽ നമ്മൾ ധാരാളമായിട്ട് വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ വസ്തുതകൾക്ക് തെളിവിനായിട്ട് 1-2 വേദഭാഗങ്ങൾ മാത്രം ഓർപ്പിക്കുന്നു. അശുദ്ധ ആത്മാവിനെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലുണ്ട്. മാത്യു ചാപ്റ്റർ 10 വേഴ്സ് 1. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 1 വേഴ്സ് 23 to 26. അതുപോലെ ദുഷ്ടാത്മാക്കളുണ്ട്, ദുഷ്ടത ഏറിയ ആത്മാക്കളുണ്ട്. ഊമനും ചെകിടനുമായ ആത്മാവ്, അത് ഒരു ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗാത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കാമോ? മർക്കോസ് 9:25, 9:25. എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത്. മതി, ഒത്തിരി വായിക്കണ്ട. ഇനിയും ദൈവമക്കൾ വീട്ടിൽ ചെന്ന് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചാൽ മതി. ഈ ഇതിനകത്ത് റെക്കോർഡിങ്ങിൽ ഉണ്ടല്ലോ. യേശു ഭൂതത്തെ ശാസിച്ചതായിട്ട് തിരുവെഴുത്തിൽ പുതിയ നിയമത്തിൽ പലയിടത്തും സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഊമനും ചെകിടനുമായ ആത്മാവ്, ഇതിന്റെ പുറകിലും ഒരു ഭൂതാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ വ്യാജ ആത്മാക്കളുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം കൂടെ വായിക്കാമോ? 1 തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1. 4 വേഴ്സസ് 1. എന്നാറെ ഭാവികാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം മതി. വ്യാജ ആത്മാക്കളെയും
ഭൂതങ്ങളുടെ ഉപദേശം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഭൂതങ്ങൾക്ക് ഒരു ഉപദേശമുണ്ട്, തൃത്വമുണ്ട്, ഉപദേശമുണ്ട്. ഭൂതത്തിന് പ്രത്യേക ഉപദേശമുണ്ട്. ഇനി ഭൂതത്തിന്റെ മേശയുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കെടുക്കാൻ കഴിയില്ല. അപ്പൊ ഭൂതങ്ങളുടെ മേശയുണ്ട്, ഭൂതങ്ങൾക്ക് ഉപദേശമുണ്ട്. ഇങ്ങനെ വിവിധ നിലകളിലുള്ള പ്രവർത്തനങ്ങൾ ഭൂതങ്ങൾക്കുണ്ട്. ഈവിൾ സ്പിരിറ്റ് എന്ന്, അഥവാ ദുഷ്ട ആത്മാവെന്നാണ് പലയിടത്തും ഭൂതങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതും യേശു ഭൂതങ്ങളെ ശാസിച്ചതും നമുക്കറിയാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. അവിടെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഇനി നിങ്ങൾ എങ്ങനെ അതിനോട് എതിർത്ത് നിൽക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി വിട്ടുപോകയില്ല എന്ന് കർത്താവും പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രാർത്ഥന, ഉപവാസം, ഇങ്ങനെയൊക്കെ ഇതിനോട് വിജയിക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. ഇവിടെയാണ് നമ്മൾ ആത്മീക പോരാട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ദൈവ പൈതൽ ഭൂമിയിലായിരിക്കുമ്പോൾ വലിയ ആത്മീക പോരാട്ടം കഴിക്കുന്നവരാണ്. കാരണം ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കുലപാതകം, അത്യാഗ്രഹം, ദൂഷണം, ചതി, വിടക്കുകണ്ണ്, അഹങ്കാരം, മൂഢത തുടങ്ങിയ എല്ലാ പ്രവണതകളുടെയും പുറകിൽ പ്രവർത്തിക്കുന്ന ഒരാത്മാവുണ്ട്. ഇതെല്ലാം പൈശാചികമായ പ്രവർത്തനത്താൽ സംഭവിക്കുന്നതാണ്. അപ്പൊ അതിനെല്ലാം പുറകിൽ നിൽക്കുന്ന ഒരു ഡീമോണിക് പവർ ഉണ്ട്. അതിനോടാണ് നമുക്ക് പോരാട്ടമുണ്ടാകേണ്ടത്. നമ്മളെ പലതരത്തിൽ വീഴിച്ചു കളയുവാൻ പരിശ്രമിക്കുന്ന പൈശാചിക ശക്തി അതിൻ്റെ പുറകിലുണ്ട്. അതിനോട് പോരാടുന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ആത്മീയ പോരാട്ടം, സ്പിരിച്വൽ വാർഫെയർ. ഭൂതങ്ങളുടെ പ്രത്യേകതയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ, ശൗലിന്റെ മേൽ ഒരു ദുരാത്മാവ് വന്നു, ഒരു ഈവിൾ സ്പിരിറ്റ് വന്നിട്ട് അത് ശൗലിനെ കീഴടക്കി. അവന് ദാവീദിനോട് പകയുണ്ടായി, ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പരിശ്രമിച്ചു. ശമൂവേലിന്റെ 1-ാം പുസ്തകം, 1 ശമൂവേൽ ചാപ്റ്റർ 18 വേഴ്സ് 10. 1 ശമൂവേൽ 18:10, 18:10 വായിക്കാമോ? പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞ് ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു. ബാക്കി വായിക്കണോ? ഒന്നുകൂടെ വായിച്ചോ. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗൽ കുന്തം ചാടി. എന്നാൽ ദാവീദ് മതി നോക്കുക. ശൗലിന്റെ മേൽ ഒരു ദുരാത്മാവ് വന്നു. ആ ദുരാത്മാവ് അവന്റെ മേൽ വരാൻ കാരണമായി തീർന്നത്. എങ്ങനെയാണ് ദുരാത്മാക്കൾ നമ്മെ കീഴ്പ്പെടുത്തുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവവൈതലിനെ കീഴ്പ്പെടുത്താനോ അവനോട് എന്തെങ്കിലും ചെയ്യുവാനോ ഒരിക്കലും പിശാചിന് സാധിക്കത്തില്ല. ദൈവകൃപയിൽ നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം പിശാചിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. തക്കം പാർത്തുകൊണ്ട് പിശാച് നടക്കുകയാണ്. കഴിയുമെങ്കിൽ വൃതഗണത്തെയും തറപറ്റിക്കുവാൻ ശത്രു പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പരിശ്രമിച്ചുകൊണ്ട് നടക്കുമ്പോൾ അലറുന്ന സമൂഹം എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുകയാണ്. നമ്മൾ ഇടം കൊടുത്തെങ്കിൽ മാത്രമേ പിശാച് നമ്മിൽ പ്രവർത്തിക്കുകയുള്ളൂ. ശൗല് ദാവീദിനോട്, അതിന്റെ മുകളിലത്തെ വാക്യത്തിലുണ്ട്,
അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി, അസൂയുണ്ടായി. ഈ അസൂയ ഉണ്ടായി കഴിഞ്ഞിട്ട് അവൻ ഇങ്ങനെ പകവെച്ച് മുന്നോട്ട് പോയപ്പോൾ ദുരാത്മാവ് അവൻ്റെ മേൽ വന്നിട്ട് അവൻ പിശാചിന്റെ അധീനതയിലായി. ഡീമൻ പൊസസ് ചെയ്യുവാനിടയായി. പൊസഷൻ ഉണ്ടായിട്ട് ദാവീദിനെ കൊല്ലുവാൻ അവൻ പരിശ്രമിക്കുകയാണ്. അപ്പം ഡീമൻ പൊസഷനുമുണ്ട്, ഡീമൻ ഇൻഫ്ലുവൻസും ഉണ്ട്. ഡീമൻ ഇൻഫ്ലുവൻസ് എല്ലാവർക്കും ഉണ്ടാകാം, ദൈവമക്കൾക്കും ഉണ്ടാകാം. എന്നാൽ പൈശാചികമായ ചിന്തകൾ, ദുശ്ചിന്ത, നമ്മുടെ ചിന്തകളിലൂടെയാണ് ഡീമൻ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്. അതുണ്ടാകാതിരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കുകയും ദൈവകൃപയിൽ ആശ്രയിക്കുകയും വേണം. നമുക്കറിയാം, ദാവീദിന്റെ അടുത്ത് ജനത്തെ എണ്ണുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. അവനെ ജനത്തെ എണ്ണി നോക്കുവാനിടയായി തീർന്നു. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 19-ാമത്തെ വാക്യം ഒന്ന് തൊട്ട് വായിച്ചാൽ നമുക്കറിയാം. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1 തൊട്ട്. ഓക്കെ. അനന്തരം സാത്താൻ ഇസ്രയേലിന് വിരോധമായി എഴുന്നേറ്റു. ഇസ്രയേലിനെ എണ്ണുവാൻ ദാവീദിന് തോന്നിപ്പിക്കുക. അതാണ് പൈശാചികമായ ഇൻഫ്ലുവൻസ്. മറ്റുള്ളവർക്ക് പല പല തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുക. ഇവിടെ ഇതാ ശൗലിനെ സാത്താൻ ബാധിച്ചിട്ട് അവൻ ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ മർക്കോസിന്റെ സുവിശേഷം, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിക്കാമോ? ഒന്നുകൂടെ റെഫറൻസ് പറയാമോ? മത്തായി, മാത്യു ചാപ്റ്റർ 16 21 and 22. അന്നു മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അത് അരുതേ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. മതി വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം. പത്രോസ് അങ്ങനെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് അതിനെ എതിർത്തപ്പോൾ യേശു തിരിഞ്ഞ് പത്രോസിനെ സാത്താനെ എന്നാണ് വിളിച്ചത്. സാത്താനെ, എന്നെ വിട്ടുപോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളത് അത്ര ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ ചിന്താഗതികളിൽ സാത്താന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. നമ്മുടെ ചിന്താമണ്ഡലത്തിലാണ് ദൈവവൈതലാണെങ്കിൽ കൂടി പിശാച് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ അവന്റെ അധീനത്തിലാക്കാൻ വേണ്ടി ദുശ്ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ അതിനെ ശാസിച്ച് നാം വിടുതൽ പ്രാപിക്കണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടത്. അപ്പോൾ ഇരുട്ടിന്റെ പ്രവൃത്തികൾ, അന്ധകാരത്തിന്റെ അധിപതികൾ, ഇരുട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് സാത്താന്റെ ഒരു പ്രത്യേകതയാണ്. അവനെ ഇരുട്ടെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അന്ധകാരത്തിന്റെ അധിപതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള പൈശാചികമായ ശക്തികളോട് ദൈവമക്കൾ എതിർത്ത് നിൽക്കണം. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി നാം സംഭരിക്കണം.
അങ്ങനെയായാൽ സാത്താനെ നമ്മളോടൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. പിന്നെ ശൗലിന് അങ്ങനെ ഒരു കണ്ണുകടി തുടങ്ങിയത് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടുന്നത് കേട്ടപ്പോൾ അവന് വിഷമം തോന്നി. എനിക്ക് അവർ 1000 തന്നുള്ളൂ, ദാവീദിന് 10,000 കൊടുത്തു എന്ന് പറഞ്ഞ് ദാവീദിനെ കൊല്ലാനായിട്ട് അവൻ പ്ലാൻ ചെയ്തു. അന്നു തൊട്ട് വലിയ പ്രശ്നങ്ങളായി. അവിടെ മുതൽ പിശാചിന് അടിമയായിട്ട് അവൻ തീർന്നു. ആട്ടെ, ഇങ്ങനെയുള്ള ചിന്തകൾ വന്നാൽ ദൈവമക്കൾ പിശാചിന് അടിമകളായി തീരുമോ? ഒരിക്കലുമില്ല. നമുക്ക് ദേഷ്യം വരാം, ചിലപ്പോൾ കോപിക്കാം, ദുശ്ചിന്തകളൊക്കെ സാത്താൻ കൊണ്ടുവരാം. ചിന്താമണ്ഡലത്തിൽ പോരാട്ടം ഉണ്ടാക്കുവാൻ സാത്താന് കഴിയും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ രക്ഷ പ്രാപിക്കണം, അതിൽ നിന്ന് നമ്മൾ വിജയിക്കണം. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വച്ചുകൊണ്ടിരിക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 21 തൊട്ടുള്ള വാക്യങ്ങളിലുണ്ട്. അപ്പോൾ കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിക്കാൻ സാധ്യതയുണ്ട്, ദൈവമക്കൾക്ക് കോപം ഉണ്ടാകാം. എന്നാൽ ശൗലിനുണ്ടായതുപോലെ കോപം അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തീർക്കണം. എല്ലാ കോപവും പാപമല്ല. കോപിച്ചത് കൊണ്ട് പാപം ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ കാരണം, എല്ലാത്തരം കോപവും പാപത്തിന് കാരണമാകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, മക്കളോട് നിങ്ങൾ കോപിക്കുന്നു, മക്കളെ ശിക്ഷിക്കുന്നു, അത് പാപമല്ല, തെറ്റല്ല, അത് ആവശ്യമാണ്. അവരെ ശിക്ഷിച്ചു വളർത്തണമെന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് കോപമുണ്ടാകാം. യേശുക്രിസ്തു കോപിച്ചു, യെരൂശലേം ദേവാലയത്തിൽ നിന്ന് ബിസിനസ്സുകാരെയൊക്കെ പുറത്താക്കി, കഥകളൊക്കെ നമുക്കറിയാം. അപ്പോൾ കോപമുണ്ടാകാം, പക്ഷേ സൂര്യൻ അസ്തമിക്കുവോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്ക് പറയാം, കോപിക്കാം, ഒക്കെ സംഭവിക്കാം. അത് അടുത്ത വാചകത്തിൽ എഴുതിയിരിക്കുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്, പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 20 തൊട്ടുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിക്കോണം, ഇപ്പോൾ വായിപ്പിക്കുന്നില്ല. കോപത്തോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങൾ പിശാചിന് ഇടം കൊടുക്കരുത്. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ ആ കോപം പിന്നീട് വലിയ ദുരന്തമായിട്ട് മാറും. അങ്ങനെയാണ് പലരും പിശാചിന് ഇടം കൊടുത്തിട്ട് അവസാനം ആ കോപത്തിലൂടെ വേണ്ടാത്ത ദുഷ്പ്രവർത്തികൾ ചെയ്യുവാനിടയാകുന്നത്. മാതാപിതാക്കളോട്, സഹോദരങ്ങളോടൊക്കെ കോപിക്കാം, പക്ഷേ അല്പസമയം കഴിയുമ്പോൾ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. സ്നേഹത്തിലൂടെ ആയിരിക്കണം കോപിക്കുന്നതും വഴക്ക് പറയുന്നതുമൊക്കെ. കൂട്ടു സഹോദരങ്ങൾ തമ്മിൽ, ചർച്ചില് ഒക്കെ വഴക്ക് പറയാം, നന്നാകാൻ വേണ്ടിയാണ്. അധ്യാപകർ കുഞ്ഞുങ്ങളെ വഴക്ക് പറയും, അത് കോപത്തിന് കാരണമായി തീരില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, അവനെ നശിപ്പിച്ച് കളയാൻ തക്കവണ്ണം അവനെ ശിക്ഷിക്കരുത്. ചെറിയ ശിക്ഷകൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ നന്നാക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. സ്കൂൾ അധ്യാപകരാണെങ്കിലും സൺഡേ സ്കൂൾ അധ്യാപകരാണെങ്കിലും വഴക്ക് പറയേണ്ടിടത്ത് വഴക്ക് പറഞ്ഞ് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ല എങ്കിൽ പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കും. അങ്ങനെ ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിശാച് കീഴ്പ്പെടുത്തും, അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. പിശാചിന് ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 Chronicles chapter 26 verse 16 onwards. എന്നാൽ അവൻ ബലവാനായപ്പോൾ
അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ യഹോവയുടെ ആലയത്തിൽ കടന്നു ചെന്നു. അസിരിയ പുരോഹിതനും അവനോടുകൂടെ ധൈര്യശാലികളായി യഹോവയുടെ 80 പുരോഹിതന്മാരും അവന്റെ പിന്നാലെ അകത്തിയെന്നു. ഉസിയ രാജാവിനെ തടുത്തു അവനോട്, ഉസിയാവേ, യഹോവയ്ക്ക് ധൂപം കാട്ടുന്നത് നിനക്ക് വിഹിതമല്ല. ധൂപം കാട്ടുവാൻ വിശുദ്ധീകരിക്കപ്പെട്ട അഹരോന്യരായ പുരോഹിതന്മാർക്കത്രേ. വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് പോയിക്കൊള്ളുക. ലംഘനമാകുന്നു നീ ചെയ്തിരിക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയുടെ മുൻപാകെ നിനക്ക് മാനമായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കയിൽ തന്നെ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച് പുരോഹിതന്മാർ കാണെ അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. പിന്നീട് സംഭവിച്ചതൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. നോക്കുക, ബലവാനായി തീർന്നപ്പോൾ അവന്റെ ഹൃദയം നിഗളിച്ചു. എപ്പോൾ നിഗളം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമോ ആ അവസരം കാത്ത് സാത്താൻ പ്രവർത്തിക്കുവാൻ തുടങ്ങും. എനിക്ക് ധാരാളം സൈന്യമുണ്ട്, ഞാൻ മിടുക്കനായിരിക്കുന്നു എന്നുള്ള ചിന്ത ദാവീദിന് വന്നപ്പോഴാണ് ജനത്തെ എണ്ണുവാൻ ദാവീദിനെ പ്രേരിപ്പിച്ചത്. അതവന് നാശത്തിന് കാരണമായി തീർന്നു. അനേകം യോദ്ധാക്കൾ മരിക്കുവാൻ അത് മുഖാന്തരമായി തീർന്നു. ഇവിടെ ഇതാ, ഉസിയാവ് രാജാവായപ്പോൾ അവൻ വെറും പാവമായിരുന്നു, ഭക്തനായിരുന്നു. പക്ഷേ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നിഗളിച്ചു. പുരോഹിതന്മാർ ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യാനായിട്ട് അവൻ താല്പര്യപ്പെട്ടു. ഞാൻ ശുശ്രൂഷ ചെയ്താൽ എന്താണ് കുഴപ്പമെന്നുള്ള മട്ടിൽ അവൻ ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ തയ്യാറായി. പുരോഹിതന്മാർ അവനെ വിലക്കി. എന്നിട്ടും അഹങ്കാരത്തോടുകൂടി ആ പ്രവൃത്തി ചെയ്തപ്പോൾ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങി. അവനെ പാളയത്തിന് പുറത്താക്കി, ഒരു ശാലയിലാക്കി. അവൻ ജീവപര്യന്തം കുഷ്ഠരോഗിയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നത്, പിശാച് നമ്മിൽ കടക്കുവാൻ പ്രധാനപ്പെട്ട കാരണം നാം നിഗളിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. നിഗളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പിശാചിന് കടക്കുവാനുള്ള ഒന്നാമത്തെ വഴിയാണ്. നിഗളവും ദേഷ്യവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പാപമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. ദൈവമക്കളുടെ ജീവിതത്തിൽ പാപപ്രകൃതമുണ്ട്. എന്നാൽ പിശാചിന്റെ ദൂതന്മാർ നമുക്കെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ പെട്ടെന്ന് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. സർട്ടൻ ടൈമിനുള്ളിൽ അതിന് പരിഹാരം വരുത്തണം. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7, 1 John chapter 1 verse 7. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആകയാൽ അപ്പോഴപ്പോൾ പാപത്തിന് പരിഹാരം വരുത്തി മുന്നോട്ട് പോയാൽ സാത്താന് യാതൊരു പ്രവേശനവും നമ്മുടെ ശരീരത്തിലോ നമ്മുടെ ആത്മാവിലോ ഉണ്ടാകയില്ല. ശരീരത്ത് പലപ്പോഴും രോഗാത്മാവിനെ കൊണ്ടുവരുന്നത് സാത്താനാണ്. നമുക്കറിയാം, ഊമനും ചെകിടനുമായ ഒരു പയ്യനെ കൊണ്ടുവന്നു. യേശു അവനെ സൗഖ്യമാക്കി. മാനസികമായ രോഗം ബാധിച്ച ചന്ദ്രരോഗിയായ ഒരു പയ്യനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. അവർക്ക് അവനെ ശാസിച്ച് മാറ്റാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു അവനെ ശാസിച്ചു, അവന് സൗഖ്യം കിട്ടി. കൂനയായ ഒരു അമ്മച്ചിയെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു. യേശു പറയുകയാണ്, രോഗാത്മാവ് ബാധിച്ച ഇവളെ. ആ രോഗാത്മാവിനെ യേശു ശാസിച്ചു. അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിപ്പാനിടയായി തീർന്നു. ഇങ്ങനെ വിശദമായിട്ട് വേദപുസ്തകത്തിൽ യേശു സൗഖ്യമാക്കിയത് മാത്രം ചിന്തിച്ചാൽ തന്നെ പല പല ദിവസങ്ങളിൽ ക്ലാസ് മുന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് കൂടുതലായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ലളിതമായിട്ട് ഇപ്പോൾ പറഞ്ഞു പോവുകയാണ്. ഏതൊക്കെ രീതിയിലാണ് പൈശാചികമായ ശക്തികൾ
നമ്മിൽ പ്രവേശിപ്പാൻ ഇടയാകുന്നതെന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഒന്ന്, അഹങ്കാരത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകുമ്പോൾ പൈശാചികമായ ഇൻഫ്ലുവൻസ് നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ കടന്നു വരും. ഞാൻ മിടുക്കനായിരിക്കുന്നു, ഞാൻ ബലവാനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല, ഞാൻ നോക്കിയാൽ ചിലതൊക്കെ നടക്കും, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള ചിന്താഗതി ഉള്ളിലുണ്ടായാൽ അപ്പോഴോർത്തോണം ഞാൻ തകരാൻ പോവുകയാണ്. വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, നാശത്തിന് മുമ്പേ ഗർവം. ശലോമൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉന്നത ഭാവം ജീവിതത്തിൽ ഉണ്ടാകുകയാണെങ്കിൽ ഓർത്തോണം, സാത്താൻ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഇടയുണ്ട്. അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധീകരണം പ്രാപിപ്പാൻ ദൈവമക്കൾ ഉത്സാഹിക്കണം. അടുത്തത് ഐഡൽ വർഷിപ്പ്. ആരെങ്കിലും അന്യ ദൈവങ്ങളെ ആരാധിക്കുകയോ അന്യ ദൈവത്തോട് പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അന്യ ദൈവങ്ങളുടെ ആരാധനാ ഇടങ്ങളിൽ പോയി അറിയാതെ അവിടെ ചെന്ന് നമസ്കരിക്കുകയോ കൂട്ടുകാരോടുകൂടെയൊക്കെ പോയിട്ട് അവിടെ പോയി നമസ്കരിക്കുകയോ അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സഹകരിക്കുകയോ ഒക്കെ ചെയ്താൽ അത് സാത്താന് പ്രവേശിക്കാനുള്ള ഒരു മുഖാന്തരമായി തീരുമെന്ന് ഓർത്തുകൊള്ളണം. രണ്ടാമത്, ഐഡലിന് വെച്ച ഭക്ഷണം, വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ, പ്രസാദം ഭക്ഷിച്ചാൽ, മിദ്യാന്യർക്ക് ബിലിയാം പറഞ്ഞു കൊടുത്ത ഒരു ഉപദേശമായിരുന്നു, നിങ്ങളുടെ പെൺകുട്ടികളെ പ്രസാദവും കൊടുത്ത് ഇസ്രായേൽ പാളയത്തിലോട്ട് കയറ്റി വിടണം. അങ്കളെ കഴിച്ചാട്ടെന്ന് പറഞ്ഞ് പെൺകുട്ടികൾ ചെന്ന് പ്രസാദം കൊടുക്കുമ്പോൾ അവർ മേടിച്ച് കഴിക്കും, ഇസ്രായേൽ മക്കളെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. അന്യ ദൈവത്തിന് ജാതികൾ ഭൂതങ്ങൾക്കാണ് ബലി കഴിക്കുന്നത്. അതിൻ്റെ ശബദാർപ്പിത വസ്തുക്കൾ, വിഗ്രഹാർപ്പിതം ഭക്ഷിച്ചാൽ, മറ്റ് ദൈവങ്ങൾക്ക് ബലി കഴിച്ചതിൻ്റെ ബാക്കി ഭക്ഷിച്ചാൽ അത് ഭൂതങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വാതിലാണെന്ന് മനസ്സിലാക്കണം. മ്ലേച്ഛമായ ജീവിത രീതി നയിച്ചാൽ, മൂന്നാമത്, അതിലൂടെ പൈശാചികമായ ശക്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിപ്പാൻ ഇടയാകും. കൊടിയ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അതാണ് മ്ലേച്ഛമായ ജീവിത രീതി എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. ദൈവത്തെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയോ ദുഷിക്കരുത്. മാതാപിതാക്കളെ ദുഷിക്കുകയോ മാതാപിതാക്കൾക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ വഞ്ചന കാണിക്കുകയോ ചെയ്യരുത്. അറിഞ്ഞുകൊണ്ട് ആർക്കും ദോഷം ചെയ്യാൻ പോകരുത്. കൊലപാതകം, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം. പരസംഗം, വ്യഭിചാരം, മോഷണം, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വസ്തുക്കൾ വേണമെന്ന് ഉള്ള ദുർമോഹം, ഇതെല്ലാം കൊടിയ പാപങ്ങളിൽപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള തെറ്റുകളിലൊക്കെ അകപ്പെട്ടു പോയാൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വാതിലുകൾ നമ്മൾ തുറന്നു കൊടുക്കുകയാണ് എന്നുള്ളത് ഓർത്തോണം. അതുപോലെ മറ്റുള്ളവർക്ക് എതിരായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജീവിതത്തിൽ ഉണ്ടായാൽ അതും പിശാചിന് കടക്കാനുള്ള ഒരു വഴിയാണ്. ലോകത്തിൽ ആർക്കും എതിരായിട്ട് പ്രാർത്ഥിക്കരുത്. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഭരണകർത്താക്കളെയും നേതാക്കന്മാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവിതം നമുക്കുണ്ടാകേണ്ടതിന് ഭരണകർത്താക്കളെയും
നേതാക്കന്മാരെ ഓർത്ത്, രാജാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. സ്വസ്ഥമായ സാവധാനതയുള്ള ഒരു ജീവിതമാണ് ഭൂമിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ മോശമായി നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ആരെയെങ്കിലും പ്രവർത്തിക്കുകയൊക്കെ ചെയ്താൽ അവർക്കെതിരായിട്ട് പ്രാർത്ഥിക്കുന്ന സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അത് പിശാചിന് നമ്മുടെ ചിന്താമണ്ഡലത്തിൽ പ്രവേശിക്കാനുള്ള ഒരു വാതിലാണ് എന്നുള്ളത് മറന്നു പോകരുത്. അതിപ്രധാനമായ മറ്റൊരു കാര്യം ദൈവമക്കൾ ഓർത്തിരിക്കേണ്ടത്, ആറാമത്തെ കാര്യം, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കുറ്റക്കാരനാകും. യൂദ അപ്പം വാങ്ങി ഭക്ഷിച്ച ഉടനെ സാത്താൻ അവനിൽ കടന്നു. അയോഗ്യമായിട്ട് അപ്പവീഞ്ഞുകൾ സ്വീകരിച്ചാൽ പിശാചിന് നമ്മിൽ പ്രവേശിക്കുവാനുള്ള ഒരു മുഖാന്തരമായിട്ട് അത് മാറുന്നു എന്നുള്ളത് നാം ഓർത്തുകൊള്ളണം. ഇനി നിങ്ങൾ ഓർക്കുക, ഈ ഭൂതങ്ങൾ പലരിടത്തും പലരിലും പ്രവർത്തിക്കുമ്പോൾ അതിനെ ശാസിക്കുവാനും അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാനും ദൈവമക്കൾക്ക് കഴിയും. എന്നാൽ ഭൂതത്തെ ദൂതന്മാരോട് കൽപ്പിക്കാനോ ദൂതന്മാരോട് എന്തെങ്കിലും പറയാനോ നമുക്ക് അവകാശമില്ല. ഭൂതങ്ങളോട് കൽപ്പിക്കുവാനും ഭൂതങ്ങളെ ശാസിക്കുവാനും റെബ്യൂക്ക് ചെയ്യുവാനും ദൈവമക്കൾക്ക് അധികാരമുണ്ട്. കർത്താവ് പറഞ്ഞ കാര്യമാണ്, പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒരു കാര്യം ഓർക്കണം, പാമ്പുകൾ, തേളുകൾ, ഇങ്ങനെയുള്ള വിഷ ജന്തുക്കൾ ഒക്കെ പൈശാചികമായ പ്രതീകങ്ങളാണ്. തവളകൾ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ 16-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നുണ്ട്. തവളകൾ പോലെയുള്ള പൈശാചിക ശക്തികൾ ലോകത്തിലെല്ലാം പുറപ്പെട്ട് യേശുവിനെതിരായിട്ട് ഭൂരാജാക്കന്മാരെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തു. എന്നിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ പൈശാചികമായ ശക്തികൾക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയും. പാമ്പുകൾ, തേളുകൾ ഉണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അവർ പാമ്പുകളെ പിടിച്ചെടുക്കും, ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളെ പുറത്താക്കുവാൻ യേശുക്രിസ്തു പുറത്താക്കിയതുപോലെ തന്നെ നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. ഇങ്ങനെ സാത്താന്യ ശക്തികളുടെ മേൽ രക്ഷിക്കപ്പെട്ട ദൈവകൃപയിൽ ജീവിക്കുന്ന ദൈവമക്കൾക്ക് ശക്തിയും അധികാരവുമുണ്ട്. അതിനെ പുറത്താക്കുവാനും ശാസിക്കുവാനും നമുക്ക് കഴിയും. മുമ്പ് ഞാൻ പറഞ്ഞു, ദുഷ്ടാത്മാക്കളുണ്ട്, ദുഷ്ടത ഏറിയ ആത്മാക്കളുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു കഥ, പ്രത്യേകിച്ച് എൻ്റെ 28-ാമത്തെ വാക്യം വായിക്കണ്ട. ഒരു മനുഷ്യന്റെ മേൽ ദുരാത്മാവുണ്ടായിരുന്നു, ദുഷ്ടാത്മാവുണ്ടായിരുന്നു. അവനെ വിട്ടുപോയി. യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. എന്നിട്ട് നീരോട്ടമുള്ള സ്ഥലം അന്വേഷിച്ച് നടന്നിട്ട് കണ്ടെത്തിയില്ല. അവസാനം അവന്റെ കൂട്ടുകാരിൽ ചിലരെ അവൻ കണ്ടു. അവര് ഇവനെക്കാട്ടിൽ ദുഷ്ടത ഏറിയ ആത്മാക്കളായിരുന്നു. അപ്പൊ ദുഷ്ടാത്മാക്കളുണ്ട്, ദുഷ്ടതയേറിയ ആത്മാക്കളുണ്ട്. ആ 7 പേരെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്ന് അവരോട് പറഞ്ഞു, ഞാൻ വിട്ടുപോന്ന ഭവനത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ അത് ഒന്നുകൂടെ വൃത്തിയാക്കി അലങ്കരിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. ആ 7 ആത്മാക്കളെയും കൂടെ കൊണ്ടുവന്ന് അവർ 8 പേര് കൂടി അവന്റെ വീടിനെ 8 അപ്പാർട്ട്മെന്റുകളാക്കി വിഭജിച്ച് അവിടെ പാർക്കുവാനിടയായി തീർന്നു.
ഇപ്പൊ ദുഷ്ടതയേറിയ ആത്മാക്കളുണ്ട്. അത് ദുഷ്ടതയിൽ വസിക്കുവാനാണ് ഇഷ്ടപ്പെടുന്നത്. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഭൂതഗ്രസ്തന്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂതഗ്രസ്തന് കല്ലറകളിലാണ് പാർത്തിരുന്നത്. അവന്റെ പ്രത്യേകത എന്തായിരുന്നു? കല്ലുകൊണ്ടും ഒക്കെ ദേഹം ഇടിച്ച് ചതയ്ക്കുക, തന്നെത്താൻ നശിപ്പിക്കുക. ഭൂതങ്ങൾക്ക് നശിപ്പിക്കുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ ഭൂതത്തെ നമ്മൾ തിരിച്ചറിയുന്നത്, ഒരു വ്യക്തി നശീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു എങ്കിൽ, മറ്റുള്ളവർക്ക് ദോഷമായിട്ട് പ്രവർത്തിക്കുന്നു എങ്കിൽ, അവനിൽ പൈശാചിക ശക്തി കുടിക്കൊള്ളുന്നു എന്ന് മനസ്സിലാക്കണം. തന്നെത്താൻ ചതയ്ക്കുക, ഉപദ്രവിക്കുക, ദോഷം ചെയ്യുക, ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നതിലൂടെ, അല്ലെ അതിന് കൂട്ടുനിൽക്കുന്നതിലൂടെ സാത്താന് കടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ്. ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നതിന് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി, ദ്രോഹിക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൽ നിമിത്തം ദോഷമുണ്ടായവൻ എന്ത് ചെയ്യും? അതിനേക്കാൾ കൂടിയ പ്രയോഗങ്ങൾ ചെയ്യും, മറ്റവരെ നശിപ്പിക്കും. ഇങ്ങനെ അന്യോന്യം നശിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കപ്പെടുന്നില്ല. നശീകരണം മാത്രമാണ്. സാത്താൻ വളരെ പവർഫുൾ ആണ്, നമുക്കറിയാം. ഈ ഭൂതഗ്രസ്തന്റെ കാര്യം തന്നെ 5-ാം അധ്യായത്തിന്റെ 2 തൊട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അറിയാം. പലപ്പോഴും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. അപ്പൊ അത്രയ്ക്ക് ശക്തിയുണ്ട്. അവന് ശക്തിയൊന്നുമില്ല, എന്നാൽ അവന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിക്ക് ചങ്ങല പൊട്ടിക്കാൻ വരെ ശക്തിയുണ്ട്. ഈ സാത്താന് ഒരു പ്രത്യേക രൂപമില്ല, സ്പിരിറ്റാണ്, ഈവിൾ സ്പിരിറ്റാണ്. അതിന് രൂപമില്ലാത്തത് കൊണ്ട് മറ്റേതെങ്കിലും ഒരു ജീവിയിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. മനുഷ്യരിലോ മൃഗങ്ങളിലോ ജീവികളിലോ, പാമ്പില്, തേളില്, ആനയില്, മറ്റ് മൃഗങ്ങളില്. ആനയ്ക്കൊക്കെ ഭ്രാന്തെടുത്ത് എല്ലാം നശിപ്പിക്കുന്നത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നുകിൽ മനുഷ്യനെ കൊണ്ട്. യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്, ഭൂതത്തിന് അസ്ഥിയും മാംസവും ഇല്ലല്ലോ, അങ്ങനെ ഒരു ബോഡി അതിനില്ല. ദൂതന്മാർക്കൊരു സ്പിരിച്വൽ ബോഡി ഉണ്ട്. സാത്താന് ഈവിൾ സ്പിരിറ്റാണ്, അതിന് പ്രത്യേക ഒരു ബോഡി ഇല്ല. അതിന് ആരില്ലെങ്കിലും പ്രവേശിച്ച് ആ ശരീരത്തെ അതിൻ്റെ ബോഡിയായിട്ട് അത് ഉപയോഗിക്കുകയാണ്. അത് പ്രവേശിക്കുന്ന വ്യക്തികളെ അതിൻ്റെ ശരീരമായിട്ട് ശക്തമായിട്ട് ഉപയോഗിക്കുകയാണ്. കയ്യിൽ ചങ്ങല വെച്ചാൽ നിസ്സാരമായിട്ട് പൊട്ടിക്കുക. അത്രമാത്രം ശക്തിയുള്ള ജീവിയാണ്. ഇനി നോക്കുക, ബുദ്ധിയായുടെ കാര്യം പറയുകയാണെങ്കിൽ ഭാവി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, അല്പകാലമേ ഉള്ളെന്നറിഞ്ഞ് സാത്താൻ സർവശക്തിയോടും കൂടെ പ്രവർത്തിക്കുക. അപ്പൊ എത്ര കാലം ഇനിയും ബാക്കിയുണ്ടെന്നുള്ളത് സാത്താൻ അറിയാം. ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കുവാൻ യേശു എന്നപ്പോൾ സാത്താൻ ചോദിച്ചത്, സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുന്നോ? അപ്പൊ സമയം ആയില്ല എന്നുള്ളതും സാത്താൻ അറിയാം. ഇനി കുറച്ചു കാലം കൂടെ ബാക്കിയുണ്ട്, അതനുസരിച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവന്റെ ബുദ്ധിവൈഭവം ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ അവിടെ പൗലോസും ശീലാസും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ, അവിടെ പ്രസംഗിച്ചിട്ട് പോകുമ്പോൾ, ഒരു പെൺകുട്ടി പുറകെ നടന്ന് വിളിച്ചു പറയുകയാണ്, ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, ഇവരെ ശ്രദ്ധിക്കണം. പല ദിവസമായപ്പോൾ പൗലോസ് തിരിഞ്ഞ് അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. അപ്പോൾ അവളിൽ ഒരു ഭൂതമുണ്ടായി. ആ ഭൂതമാണ് ഭാവിയെക്കുറിച്ച് പറയുന്നത്. അവള് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തി കൊടുത്തു. എന്തുവാ? വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇവള് പറയും. അവക്കറിയാം.
അങ്ങനെ ലാഭം വരുത്തി കൊടുത്തത് കൊണ്ട് അവരുടെ ലാഭം പോയി എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കുവാൻ ഇടയായി തീർന്നു. അവളിലുള്ള ഭൂതത്തെ ശാസിച്ചു. ഭൂതത്തിന് ഭയങ്കര ബുദ്ധിയുണ്ട്, ഭൂതത്തിന് ഭയങ്കര ശക്തിയുണ്ട്, ഫോർ നോളജ് ഉണ്ട്, ഭാവി കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാൻ പറ്റും. ഇങ്ങനെ പല നിലകളിൽ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ പറ്റും. ആ ഭൂതാത്മാവിനെയാണ് പൗലോസ് ശാസിച്ചത്. ഇനി ഇങ്ങനെയുള്ള ഭൂതാത്മാക്കളെ കുറിച്ച് എങ്ങനെ നമുക്ക് ഇത് ദൈവത്തിന്റെ ആത്മാവാണോ ഭൂതത്തിന്റെ ആത്മാവാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും? അതാണ് നമുക്ക് പ്രധാനമായിട്ട് ചിന്തിക്കുന്ന വിഷയം. ഇന്നിനിയിപ്പോൾ സമയം പോയി, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് ഇന്ന് സമയമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. 19 അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19 അധ്യായത്തിൽ വരുമ്പോൾ പൗലോസ് അനേക രോഗികളെ സൗഖ്യമാക്കി, അനേക ഭൂതങ്ങളെ പുറത്താക്കി. അപ്പോൾ സ്കേവ എന്ന് പറയുന്ന ഒരു പുരോഹിതന്റെ 7 മക്കൾ, മിടുക്കന്മാരായ 7 ആമ്പിള്ളാർ, അവര് എന്നിട്ട് ഭൂതം ബാധിച്ച ഒരു വ്യക്തിയുടെ ഭൂതത്തെ ഇറക്കാൻ പോയി. അവര് എന്ന് പറഞ്ഞെന്താണെന്ന് അറിയാവോ? പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂതം തിരിച്ചിട്ട് പറഞ്ഞ എന്താണെന്ന് അറിയാവോ? യേശുവിനെ അറിയാം, പൗലോസിനെയും പരിചയമുണ്ട്, പക്ഷെ നിങ്ങൾ ആരാന്ന് ചോദിച്ചു, അടിയും കൊടുത്ത് ഉടുപ്പും വലിച്ചു കയറി. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവര് മുറിവേറ്റവരും നഗ്നരുമായിട്ട് അവിടുന്ന് ഓടിപ്പോയി. അപ്പൊ ഉടുപ്പെല്ലാം വലിച്ചു കീറി, അടി കൊടുത്തു, മുറിവേറ്റു. അപ്പം തക്കതായ ശക്തി, എതിർക്കാനുള്ള ശക്തി ദൈവകൃപ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഭൂതത്തെ ശാസിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ ഭൂതത്തോട് കളിക്കാൻ പോയാൽ പരാജയം നമുക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ദൈവകൃപ പ്രാപിക്കണം, ഷാർപ്പ് ചെയ്യണം, വചനമെന്ന വാളെടുക്കണം. യേശുവിന്റെ അടുത്ത് സാത്താൻ വന്നപ്പോൾ യേശു എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുമെന്ന് പറഞ്ഞ് ദൈവവചനം ഉപയോഗിച്ചവനെ എതിർക്കുവാനിടയായി തീർന്നു. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊണ്ട് സാത്താനോട് എതിർക്കണം. അങ്ങനെയാണ് സാത്താനെ ജയിക്കേണ്ടത്. എങ്കിൽ മാത്രമേ സാത്താന്റെ മേൽ വിജയം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ നിന്ന് പറഞ്ഞ് ചെന്നാൽ സാത്താൻ വിട്ടുതരത്തില്ല. അവന് നിന്റെ സകല രഹസ്യങ്ങളും അറിയാം. അതിനാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് മൂർച്ച കൂട്ടണമെന്ന് പറയുന്നത്. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 10-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഇരുമ്പായുധം മൂർച്ചയില്ലാഞ്ഞിട്ട് അതിന്റെ വാത്തല തേക്കാതിരുന്നാൽ അധികം ശക്തി പ്രയോഗിക്കേണ്ടി വരും. ദൈവവചനമാകുന്ന ആയുധം ഷാർപ്പൻ ചെയ്യണം, മൂർച്ച ഉണ്ടാക്കണം. വായ്ത്തല തേച്ച് മൂർച്ചയാക്കിയിട്ട് മാത്രമേ സാത്താനോട് എതിർക്കാവൂ. വചനത്തിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം, ആത്മാവിന്റെ ശക്തി ധാരാളമായിട്ട് സംഭരിക്കണം. അങ്ങനെയുള്ള വ്യക്തിയെ കാണുമ്പോൾ സാത്താൻ വിറച്ചുകൊണ്ട് ഓടും. നിന്നെ കാണുമ്പോൾ ഭൂതം അലറിക്കൊണ്ട് ഓടുവാൻ ഇടയാകണം. നീ അടുത്തിയെന്നാൽ രോഗി സൗഖ്യമാകുവാൻ ഇടയാകണം. ആ നിലയിൽ ദൈവവചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ ശക്തിയും നമ്മിൽ വ്യാപരിക്കണം. സാത്താനെ തിരിച്ചറിയാനുള്ള, പൈശാചിക ശക്തിയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം, ഒന്നാമത് പറഞ്ഞു വെക്കുകയാണ്, രക്തത്തിൽ ആശ്രയിച്ചാൽ മതി. ഒരുത്തന് പിശാച് കയറിയാണോ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയാൽ തിരിച്ചറിയാൻ വേണ്ടി ഒരു വേദപുസ്തകം എടുത്ത് കൊടുത്തിട്ട് പറയണം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കാൻ പറയണം. പിശാച് വേദപുസ്തകം വാങ്ങിക്കത്തുമില്ല, വായിക്കത്തുമില്ല. ഒരു ഒഴിവഴി പറഞ്ഞ് മാറും. ബൈബിൾ കാണുമ്പോഴേ പേടിക്കും. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പൈശാചികമായ ശക്തിയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയിലാണെങ്കിൽ ദൈവവചനത്തെ കാണുമ്പോൾ തന്നെ സന്തോഷിക്കുകയും ദൈവവചനം വായിക്കുകയും പറയുന്നത് പോലെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇത് ദൈവിക ശക്തിയാണോ പൈശാചിക ശക്തിയാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
ഹല്ലേലൂയ. സ്തോത്രം. ബാക്കി കാര്യങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. എങ്ങനെ പൈശാചിക ശക്തികളെ തിരിച്ചറിയാനായിട്ട് കഴിയും. നമ്മളെ ഏറ്റവും കൂടുതൽ ബിസി ആക്കുന്നെങ്കിൽ അത് സാത്താന്റെ ഒരു പരിപാടിയാണെന്ന് ഓർത്തുകൊള്ളണം. ചിലർക്ക് സമയമില്ല, ഒന്നിനും സമയമില്ല. ആരാധനയ്ക്ക് പോകാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, വചനം വായിക്കാൻ സമയമില്ല. ബിസി 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 ബിസി. പണ്ട് ജോലി ഇല്ലാതെ വിഷമിച്ചെങ്കിൽ ഇന്ന് ജോലിയോട് ജോലി. ഞായറാഴ്ച ജോലിയായിപ്പോയി, വരാൻ പറ്റുന്നില്ലെങ്കിൽ അവധിയുള്ളപ്പം പ്രാർത്ഥിക്കണം, അവധിയുള്ള ദിവസങ്ങളിലുള്ള കൂട്ടായ്മയ്ക്ക് പോകണം. അങ്ങനെ കാര്യങ്ങൾ ക്രമീകരിക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ എനിക്ക് ബിസിയാണെന്ന് പറഞ്ഞു പോയാൽ എങ്ങനെയാ ഒക്കുന്നത്? വേല മൂലം വേദവാക്യ ശോധനത്തിന് ഇടയില്ലെന്ന് ഏതുമൊരു നാണം കൂടാതെ ഓതിയിടുന്ന ഷടന്മാരെ കൊണ്ടുവാ നീ പാപികളെ കൊണ്ടുവാന്ന് പഴയ ഒരു പാട്ടുണ്ട്. എല്ലാം അങ്ങ് ബിസി ആയതുകൊണ്ട് എനിക്ക് വേദവസം വായിക്കാൻ പോലും ഇപ്പൊ നേരമില്ല, പ്രാർത്ഥിക്കാൻ നേരമില്ല, ഉപവസിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പറഞ്ഞു പോയാൽ പിശാച് നിന്നെ കീഴ്പ്പെടുത്തും. സാത്താന്റെ ശക്തി നിന്റെ മേൽ ആവസിച്ചിട്ട് നീ ഒരു ഭൂതത്തിന്റെ പാർട്ടായി മാറുവാൻ ഇടയാകും. അത് വരാതിരിക്കുവാൻ വേണ്ടി ദൈവവചനം ധാരാളമായിട്ട് വായിക്കുവാൻ, ദിവസവും വായിക്കണം, നന്നായി പ്രാർത്ഥിക്കണം. ഒരു ദിവസം കഴിയുമെങ്കിൽ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവവചനത്തിൽ ബലപ്പെട്ട് സാത്താനോട് എതിർത്ത് നിൽക്കണം. സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടപെടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണമെന്ന് നാം പാടാറുണ്ട്. വേല എന്ന് ചൊല്ലി വേലിയില്ല സ്ഥലം പോലെ 4 പാട് നടക്കുന്ന ജാലസുവിശേഷകരായിട്ട് മാറാതെ ദൈവകൃപയിൽ വളരുവാൻ, ദൈവവചനത്തിൽ വളരുവാൻ, ദൈവവചനം അങ്ങനെ തന്നെയൊന്ന് ശോധന ചെയ്ത് മനസ്സിലാക്കി അതിൽ നിലനിൽപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവമായ കർത്താവെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നാം പഠിക്കുന്ന വചനങ്ങളെല്ലാം സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ, ശക്തി സംഭരിക്കുവാൻ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ച നമുക്ക് ചിന്തിക്കാം. കർത്താവെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.